വ്യവസ്ഥാപിതമായ രാഷ്ട്രീയ പാർട്ടികളുടെ ഒന്നും ബാനറിലല്ലാതെ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ബാനറിൽ ആയിരക്കണക്കിന് വരുന്ന ചെറുപ്പക്കാർ ജന്തർ മന്ദറിൽ തടിച്ചുകൂടി അവർ പ്രതിഷേധവുമായി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധവുമായി തുടരുകയാണ്. ഇന്നലെ പ്രതിപക്ഷ നേതാവിൻ്റെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ, ഏറ്റവും തലമുതിർന്ന നേതാക്കളെല്ലാം പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ അപ്രതീക്ഷിതമായ ഒരു സമരം പ്രഖ്യാപിച്ചു. ഒടുവിൽ അവരെ അറസ്റ്റ് ചെയ്തു നീക്കുന്ന അവസ്ഥയുണ്ടായി. രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് പ്രതിപക്ഷ നേതാവിനെ അടക്കം അറസ്റ്റ് ചെയ്ത് ഒരു സമരവേദിയിൽ നിന്ന് നീക്കുന്നത്. ഇന്ന് ഈ രണ്ട് വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പാർലമെൻറ്റിൻ്റെ ഇരുസഭകളിലും അതിശക്തമായ പ്രതിഷേധമാണ് പ്രതിപക്ഷ പാർട്ടികൾ ഉയർത്തിയത്. കറുപ്പ് വസ്ത്രം ധരിച്ചുകൊണ്ടാണ് ഇവരെല്ലാം എത്തിയത്. BR കാർത്തിക് കൂടി നാഷണൽ ഡെസ്കിൽ നിന്ന് ചേരുന്നുണ്ട്. കാർത്തിക്, ഇപ്പോൾ വാർത്താ സമ്മേളനത്തിന് ഒരുങ്ങുകയാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. എന്തായാലും പ്രതിപക്ഷത്തിൻ്റെ സമരത്തെ CJPക്കാർ സ്വാഗതം ചെയ്തിട്ടുണ്ട്. ഞങ്ങളുമായി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതിനെ അവർ സ്വാഗതം ചെയ്യുന്നു. എന്ത് നീക്കമായിരിക്കും ഈ രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനത്തിൽ തുടർ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി ഉണ്ടാവുക? തുടർച്ചയായ മൂന്നാം ദിവസവും പാർലമെന്റിനകത്തും പുറത്തും പ്രതിഷേധം ശക്തമായതോടെ ഒടുവിൽ കേന്ദ്ര സർക്കാർ ഒരു ചർച്ചയ്ക്ക് സന്നദ്ധത അറിയിച്ചിരിക്കുന്നു. അതായത് പാർലമെന്റിനകത്ത് ചർച്ചയ്ക്ക് സന്നദ്ധമാണ് എന്ന് പാർലമെന്ററി കാര്യ മന്ത്രി കിരൺ റിജിജു വ്യക്തമാക്കി. അതോടൊപ്പം തന്നെ CJP നേതാക്കളെയും ചർച്ചയ്ക്ക് സന്നദ്ധത അറിയിച്ചുകൊണ്ട് ഡൽഹി പോലീസ് സമീപിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ചർച്ചയുടെ കാര്യത്തിൽ ഇപ്പോഴും അനിശ്ചിതത്വം തുടരുകയാണ്. CJP ചർച്ചയെ സ്വാഗതം ചെയ്യുന്നു, പക്ഷേ കേന്ദ്രമന്ത്രിമാരുടെ ഓഫീസിലേക്ക് ചർച്ചയ്ക്കില്ല. ഒരു നിഷ്പക്ഷ വേദി തിരഞ്ഞെടുത്താൽ അവിടെ ചർച്ചയാകാമെന്നും, അല്ലെങ്കിൽ ചർച്ചയ്ക്ക് കേന്ദ്ര സർക്കാർ പ്രതിനിധികൾ ജന്തർ മന്ദറിലേക്ക് അവർക്ക് വരാം എന്നുമാണ് CJP നേതാക്കളുടെ പ്രതികരണം. അതുകൊണ്ട് തന്നെ ചർച്ചയുടെ കാര്യത്തിൽ ഇപ്പോഴും അനിശ്ചിതത്വം തുടരുകയാണ്. എന്തായാലും പ്രതിഷേധം ശക്തമായതോടെയാണ് കേന്ദ്ര സർക്കാർ ഇത്തരത്തിൽ രണ്ടാം ഘട്ടത്തിലും ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിരിക്കുന്നത്. ചർച്ച നടക്കുമോ എന്നതിൽ വരും മണിക്കൂറുകളിൽ മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ. എന്തായാലും ചർച്ചയോട് പോസിറ്റീവ് സമീപനമാണ് CJPയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. പക്ഷേ അനിശ്ചിതത്വം ഇപ്പോഴും തുടരുകയുമാണ്. തുടർച്ചയായ മൂന്നാം ദിവസവും പാർലമെന്റ് വലിയ പ്രതിഷേധത്തിനാണ് ഇന്ന് സാക്ഷ്യം വഹിച്ചത്. ലോക്സഭയും രാജ്യസഭയും ഇന്നത്തേക്ക് പിരിഞ്ഞു. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിലുണ്ടായ സംഭവ വികാസങ്ങൾ അതുതന്നെയാണ് പ്രതിപക്ഷം ഇന്ന് രാവിലെ മുതൽ ലോക്സഭയിലും ഉന്നയിച്ച CJP ഉന്നയിക്കുന്ന വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിയത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പാർലമെന്റ് ചേർന്നപ്പോഴാണ് കിരൺ റിജിജു ചർച്ചയ്ക്ക് സന്നദ്ധമാണെന്ന് അറിയിച്ചത്. അതിന് പിന്നാലെ രാജ്യസഭയിൽ സംസാരിച്ച കോൺഗ്രസ് ദേശീയ അധ്യക്ഷനും രാജ്യസഭാ പ്രതിപക്ഷ നേതാവുമായ മല്ലികാർജ്ജുൻ ഖർഗെ വ്യക്തമാക്കിയത് റൂൾ 67 അനുസരിച്ചുള്ള ചർച്ച വേണമെന്നാണ് ആവശ്യമാണ് മുന്നോട്ട് വെച്ചത്. ആ ആവശ്യത്തോടാണ് കിരൺ റിജിജു ഇത്തരത്തിൽ ചർച്ചയ്ക്ക് സന്നദ്ധമാണെന്നും എല്ലാ കക്ഷികളുമായും കൂടിയാലോചിച്ച് ചർച്ചയ്ക്കുള്ള സമയം തീരുമാനിക്കാമെന്നും അറിയിച്ചത്. പക്ഷേ അപ്പോഴും പ്രതിപക്ഷം ഇക്കാര്യത്തിൽ വിട്ടുവീഴ്ചയ്ക്കില്ല എന്ന നിലപാടിൽ തന്നെയാണ്. അതായത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം, രാജിവെച്ചതിന് ശേഷം മാത്രമേ അത്തരമൊരു ചർച്ചയ്ക്ക് പ്രസക്തിയുള്ളൂ എന്ന നിലപാടിലാണ് പ്രതിപക്ഷം ഉള്ളത്. സ്വാഭാവികമായും CJP ആദ്യഘട്ടം മുതൽ ഉന്നയിക്കുന്ന ആവശ്യവും അതുതന്നെയാണ്. ഇനി വരും മണിക്കൂറുകളിൽ ഏവരും ഉറ്റുനോക്കുന്നത് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനമാണ്. ചില ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഈ വാർത്താ സമ്മേളനത്തിന് മുൻപ് രാഹുൽ ഗാന്ധി ജന്തർ മന്ദറിലെത്തി CJP നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും എന്ന്. പക്ഷേ അത് ഇതുവരെ സംഭവിച്ചിട്ടില്ല. അല്പസമയത്തിനകം രാഹുൽ ഗാന്ധി മാധ്യമങ്ങളെ കാണും. ഈ വിഷയത്തിൽ പ്രതിപക്ഷത്തിൻ്റെ നിലപാട് അറിയിക്കും. പാർലമെന്റിനകത്ത് ഉന്നയിച്ച അതേ നിലപാട് തന്നെയാകും കോൺഗ്രസ് ആവർത്തിക്കുക എന്നാണ് വ്യക്തമാക്കുന്നത്. പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് വ്യക്തമാകുന്നത്. അതായത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയല്ലാതെ മറ്റൊരു വിട്ടുവീഴ്ചയ്ക്കും ഈ ഘട്ടത്തിൽ ഇല്ല എന്ന തരത്തിൽ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ മുന്നോട്ടുള്ള നീക്കങ്ങൾ. കിരൺ. കാർത്തിക്, ഒരു ഭാഗത്ത് ഈ CJPയുടെ നേതൃത്വത്തിലുള്ള സമരം ശക്തമായി തന്നെ മുന്നേറുകയാണ്. ഓരോ ദിവസം കഴിയുന്തോറും അതിൽ പങ്കെടുക്കുന്ന ആളുകളുടെ എണ്ണം വർദ്ധിക്കുന്നു. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളുടെ പിന്തുണ പ്രഖ്യാപനവുമായി എത്തുന്നു. മറുഭാഗത്ത് പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടി തന്നെ കോൺഗ്രസ് തന്നെ ആ സമരത്തിന് പിന്തുണ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സമരം നടത്തുന്നു. ഇന്നിപ്പോൾ ഇന്ത്യ മുന്നണിയിലെ മറ്റു കക്ഷികളുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറ്റിവെച്ച് അത്തരമൊരു സമരത്തിൽ യോജിക്കാനുള്ള തീരുമാനത്തിലേക്ക് കൂടി എത്തിച്ചേരുന്നു. സ്വാഭാവികമായും ഈ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി അംഗീകരിക്കാതെ അങ്ങനെ ഒരു ചർച്ച നടത്തി മറ്റു കാര്യങ്ങൾ അന്വേഷണം പ്രഖ്യാപിച്ച് ഈ സമരത്തെ ഒരു സമവായത്തിലേക്ക് എത്തിക്കാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ നീക്കം അത് എത്രത്തോളം വിജയിക്കാൻ സാധ്യതയുണ്ട്? നമുക്കറിയാം, ജൂൺ 6 മുതലാണ് ഈ വിഷയത്തിൽ പ്രതിഷേധ സമരമായി ഇത് രൂപം കൊണ്ടത്. അതിനുശേഷം സോനം വാങ്ചുക്ക് ഈ സമരമുഖത്തിലേക്ക് വരുന്നു. നിരാഹാര സമരം ആരംഭിക്കുന്നു. ഇന്ന് 25ാം ദിവസത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ നിരാഹാരം എത്തിയിരിക്കുന്നു. നേരത്തെ അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റി എങ്കിൽ കൂടിയും നിരാഹാര സമരം അദ്ദേഹം തുടരുകയാണ്. ഏറ്റവും ഒടുവിലും അഭിജിത് ദീപ് കെ അദ്ദേഹത്തിൻ്റെ എക്സ്പോസ്റ്റിലൂടെ ആവശ്യപ്പെടുന്നത്
സോനം വാങ്ചൂക്ക് നിരാഹാരം അവസാനിപ്പിക്കണമെന്നൊരു ആവശ്യമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ അക്കാര്യത്തിലൊന്നും തന്നെ ഈ സമരം ആരംഭിച്ച അതിന് ആധാരമായ ആവശ്യങ്ങളിലൊന്നും തന്നെ ഒരു വിട്ടുവീഴ്ച വേണ്ട എന്ന നിലപാട് തന്നെയാണ് ഇപ്പോഴും അവർ തുടരുന്നത്. പാർലമെന്റിനകത്തും പുറത്തും പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധം സംഘടിപ്പിച്ചു. കഴിഞ്ഞ ദിവസം ഉണ്ടായ പ്രതിഷേധം അത് പുതിയ തലത്തിലേക്ക് ഈ വിഷയത്തെ എത്തിച്ചു. ജന്തർ മന്ദറിലെ സമരത്തിനപ്പുറത്തേക്ക് സമീപകാലത്ത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയൊരു പ്രതിഷേധ രൂപമായി ഇന്നലെ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ നടന്ന പ്രതിഷേധ സമരം മാറുകയും ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഒരു വിട്ടുവീഴ്ചയ്ക്ക് ഒരുപക്ഷെ കേന്ദ്രം പാർലമെന്റിൽ തയ്യാറായതും. JP നഡ്ഡ അടക്കമുള്ളവർ പാർലമെന്റിനുള്ളിൽ ഈ വിഷയത്തിൽ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് ആവർത്തിക്കുമ്പോഴും പുറത്ത് രാഷ്ട്രീയമായി ഈ വിഷയത്തെ ശക്തമായി നേരിടുകയാണ് BJP. അതിൽ ഏറ്റവും സുപ്രധാനം നമുക്ക് കഴിഞ്ഞ മണിക്കൂറുകളിൽ പുറത്തു വന്ന കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗിന്റെ വാക്കുകളാണ് ചേർത്ത് വായിക്കേണ്ടത്. അതായത് വിദ്യാർത്ഥികളെയും യുവാക്കളെയും ചില രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി പ്രതിപക്ഷത്തു നിന്നുള്ള ചില നേതാക്കൾ അവരെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നു, അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു എന്ന തരത്തിൽ പ്രതികരണമുണ്ടായി. മറുവശത്താകട്ടെ പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ളവർ രാജ്യത്ത് ജനാധിപത്യം അവസാനിച്ചു എന്നും വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ ആശങ്ക നിലനിൽക്കുന്നു എന്നും അതിന് ശക്തമായ മറുപടിയും നൽകുന്നു. അങ്ങനെ പാർലമെന്റിന് പുറത്ത് ഇത് വലിയൊരു രാഷ്ട്രീയ വിഷയമായി ഇന്ത്യ സഖ്യം ഉയർത്തിക്കൊണ്ട് വരിക തന്നെയാണ്. അല്പം മുമ്പ് സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവും CNN ന്യൂസ് 8 നൽകിയ അഭിമുഖത്തിൽ ഈ വിഷയത്തിൽ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്നും വ്യക്തമാക്കി. നേരത്തെ പാർലമെന്റിൽ അദ്ദേഹത്തിന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നതിന് വിലക്കിയതിൽ അദ്ദേഹം അസ്വസ്ഥനാണെന്ന തരത്തിൽ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. അതിനുശേഷമാണ് CNN ന്യൂസ് 8 അദ്ദേഹം പ്രതികരിച്ചതും. എന്തായാലും ഒരു വശത്ത് ജൂൺ 20 ഉണ്ടായ സംഘർഷങ്ങളിൽ ശക്തമായ നടപടികൾ തുടരുന്നു. ഡൽഹിയിലെ 10 പോലീസ് സ്റ്റേഷനുകളിൽ ഇതുമായി ബന്ധപ്പെട്ട കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നു. സമൂഹ മാധ്യമങ്ങളിലടക്കം ഈ CJPയുടെ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പോലീസ് വിശദമായ പരിശോധനകൾ നടത്തുന്നു. ഏതെങ്കിലും തരത്തിലുള്ള സഹായങ്ങൾ അവർക്ക് ലഭിക്കുന്നുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായ പരിശോധനകൾ നടക്കുന്നു. മറുവശത്ത് BJPയും കേന്ദ്ര സർക്കാരും കണക്ക് കൂട്ടിയതിനപ്പുറത്തേക്ക് ഈ സമരം അതിൻ്റെ രൂപം മാറുന്നു. അത് സർക്കാരിനെ വലിയ തോതിൽ പ്രതിരോധത്തിലാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നു. ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് കേന്ദ്ര സർക്കാർ ഇന്നൊരു ചർച്ചയ്ക്ക് സന്നദ്ധത അറിയിച്ചിരിക്കുന്നത്. പക്ഷേ മൂന്നാം ദിവസം പാർലമെന്റിന്റെ ഇരുസഭകളും പിരിയേണ്ട ഒരു സാഹചര്യമുണ്ടായി. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യം എന്നതിൽ വിട്ടുവീഴ്ചയ്ക്ക് പ്രതിപക്ഷം തയ്യാറല്ല. മറുവശത്ത് നമുക്കിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണാം, രാഹുൽ ഗാന്ധി ഒരുപക്ഷെ അല്പസമയത്തിനകം തന്നെ മാധ്യമങ്ങളെ കണ്ടേക്കും, ഈ വിഷയത്തിൽ നിലപാട് വിശദീകരിക്കുകയും ചെയ്തേക്കും. എന്തായാലും പ്രതിപക്ഷത്തിന് ഒരു ഇടവേളയ്ക്ക് ശേഷം സർക്കാരിനെതിരെ ലഭിച്ച ശക്തമായ ഒരു സമരായുധമായി CJPയുടെ ഈ പ്രതിഷേധ സമരം മാറിയിരിക്കുന്നു. അതിൽ വിദ്യാർത്ഥികളാണ് ഇരകൾ ആയിക്കൊണ്ടുള്ള ഒരു സമരം. പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ ഏറ്റെടുത്ത ഒരു സമരം. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർന്നു, അതോടൊപ്പം തന്നെ UGC നെറ്റ് പരീക്ഷ അടക്കമുള്ള വിഷയങ്ങൾ, CBSE പരീക്ഷാഫലങ്ങളിലെ ക്രമക്കേട്, ഇങ്ങനെ വിവിധ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ആരംഭിച്ച ഒരു സമരമാണ് പുതിയൊരു തലത്തിലേക്ക് എത്തി നിൽക്കുന്നത്. എന്തായാലും 3 പ്രധാന ആവശ്യങ്ങളാണ് CJP മുന്നോട്ട് വയ്ക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി തന്നെയാണ്. മറ്റൊന്ന് ഈ പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് വിവിധ വിഷയങ്ങളിൽ വിഷമത്തിൽ ആത്മഹത്യ ചെയ്ത കുട്ടികളുടെ കുടുംബങ്ങൾക്ക് ധനസഹായം, ഇതടക്കമുള്ള കാര്യങ്ങളിലായിരിക്കും ഒരുപക്ഷെ ചർച്ചകൾ നടന്നാൽ അതിലേക്കൊക്കെ കാര്യങ്ങൾ ആ ചർച്ചകളിലേക്കൊക്കെ വിഷയങ്ങളിലേക്കൊക്കെ ചർച്ചകൾ കടക്കും. പക്ഷേ ഒരു ചർച്ചയ്ക്ക് ആവശ്യമായ സാഹചര്യം ഇപ്പോൾ ഉരുത്തിരിയുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അതിൽ CJP ഇത്തരം ഒരു കറുത്ത നിലപാടിലേക്ക് ഇപ്പോൾ പോകാൻ കാരണം ആദ്യഘട്ടത്തിൽ തന്നെ CJPയുടെ 2 പ്രതിനിധികൾ കേന്ദ്രമന്ത്രി JP നഡ്ഡയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ആ കൂടിക്കാഴ്ചയ്ക്ക് അവർ 1 മണിക്കൂറോളം കാത്തിരിക്കേണ്ടി വന്നു. എന്നാൽ 10 മിനിറ്റ് മാത്രമാണ് ഈ കൂടിക്കാഴ്ച നടന്നത്. കാര്യമായ ഉറപ്പുകളൊന്നും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ ഇനി ഒരു ചർച്ചയ്ക്ക് സർക്കാർ സന്നദ്ധത അറിയിക്കുമ്പോൾ വളരെ കരുതലോടെ തന്നെയാണ് CJPയുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങളും ഉണ്ടാകുന്നത്. ഒരു കേന്ദ്രമന്ത്രിയുടെ ഓഫീസിലേക്കും ഇനി ചർച്ചയ്ക്കില്ല എന്നവർ വ്യക്തമാക്കുന്നു. നിഷ്പക്ഷ വേദി തിരഞ്ഞെടുത്താൽ അവിടെ ചർച്ചയാകാം, അതിനോട് പോസിറ്റീവ് സമീപനമാണ് എന്ന് പ്രതികരണത്തിലൂടെ പരസ്യമാക്കുന്നു. ഒപ്പം ഈ വിഷയങ്ങളിൽ അടക്കം ചർച്ചകൾ നടക്കണമെങ്കിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി എന്ന ആവശ്യം അവർ മുന്നോട്ട് വച്ചേക്കും. എന്തായാലും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അടക്കം
ഉള്ളവരുടെ നിലപാടുകൾ വരും മണിക്കൂറുകളിൽ അവരുടെ പ്രതികരണം എന്താണ് എന്ന് മനസ്സിലാകും. അദ്ദേഹം വാർത്താസമ്മേളനം നടത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതിനനുസരിച്ചായിരിക്കും ഇതിൻ്റെ ഒരു ഭാവി. എന്തായാലും CJPയുമായി കേന്ദ്ര സർക്കാർ ഒരു ചർച്ചയ്ക്ക് സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ചർച്ചയിൽ അനിശ്ചിതത്വം ഇപ്പോഴും തുടരുകയാണ്. അത് വേദി സംബന്ധിച്ച്, അതോടൊപ്പം തന്നെ നിലപാടുകൾ സംബന്ധിച്ചും. കിരൺ, കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.